ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ നമ്മൾ ദോശ ഉണ്ടാക്കി കഴിച്ചത് നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കുള്ള ഉണ്ടാക്കുന്നത് സെറ്റാക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് മയങ്ങിയായിരുന്നു. അപ്പോൾ ഷാറൂഖാണ് ഫുഡ് ഉണ്ടാക്കുന്ന ഉച്ചയ്ക്കുള്ളത്. നമ്മൾ വൈഫിനെ ഷാറൂഖ് എന്നാണ് വിളിക്കാറ്. അതിൻ്റെ കഥ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസാണ്. എഗ് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തിട്ട് ഒരു ഇതിൽ വേവിക്കാൻ വയ്ക്കാം. അതിൻ്റെ കൂടെ തന്നെ അപ്പുറത്തെ ഗ്യാസിൽ നമുക്ക് അരി വേവിക്കാം. എന്നിട്ട് വെജിറ്റബിൾസ് എല്ലാം വേവിച്ച് സെറ്റായി വരുമ്പോഴേ അതിനാവശ്യമുള്ള മസാലകളെല്ലാം ചേർത്ത് സെറ്റാക്കി എടുക്കുക. പിന്നെ നമ്മൾ എഗ് ഫ്രൈഡ് റൈസാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എഗ്ഗ് ഒരു 4-5 പൊട്ടിച്ച് അതും ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ മുകളിലൊന്ന് വിതറാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും അതിൻ്റെ കൂടെ തന്നെ വേവിച്ച് സെറ്റാക്കി എടുക്കാം. എന്നിട്ടിപ്പോൾ വെജിറ്റബിൾസ് എല്ലാം വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചിട്ട് അരിയും സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ജസ്റ്റ് വിതറിയിട്ട് കുറച്ച് നേരം അടച്ച് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് കഴിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ആയിട്ട് കഴിക്കുന്നത് ഒരു സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി അച്ചാറുണ്ട്. അപ്പോൾ രണ്ടും കൂടി നമുക്ക് കഴിക്കാം. ഓക്കെ. എങ്ങനെയുണ്ട് നോക്കാം ഗൈസ്. ഓ സൂപ്പറായിട്ടുണ്ട് ഗൈസ്. ഓക്കെ. ബൈ ബൈ.